വിജയം വരിക്കാൻ വേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത്. 3 കാര്യങ്ങൾ: 1, ഒരു തികഞ്ഞ ലക്ഷ്യബോധം; 2, പ്ലാൻഡായിട്ടുള്ള കഠിനാധ്വാനം; 3, ദൈവാശ്രയബോധം. അങ്ങനെ 3 കാര്യങ്ങളാണ്. ആദ്യത്തെ എപ്പിസോഡിൽ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് വിശുദ്ധ ബൈബിളിൽ ഈ 3 കാര്യങ്ങളും ചെയ്ത ആളുകളെക്കുറിച്ചാണ്. യേശുവിനെക്കുറിച്ച്, പിന്നെ മാതാവിനെക്കുറിച്ച്, ഔസേപ്പിതാവിനെക്കുറിച്ച്, പിന്നെ ബൈബിളിന് വെളിയിൽ വിശുദ്ധന്മാരെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിനോട് തുടർന്ന് തന്നെയാണ്. ഈ 3 കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഇന്ത്യയിലെ ചില ആളുകളെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കും. ഇന്ത്യയിലും കേരളത്തിലെയും. നമുക്ക് ആദ്യമേ തന്നെ മദർ തെരേസയെ എടുക്കാം. മദർ തെരേസ്യ തൻ്റെ ദൗത്യത്തിന് പുറപ്പെട്ടപ്പോൾ അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. 2, അവർ കഠിനമായി അധ്വാനിച്ചിരുന്നു. അധിക്ഷേപങ്ങൾക്ക് നടുവിലും കഠിനമായി അധ്വാനിച്ചു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതായിട്ട് ഓർക്കുന്നു. അത് തുടങ്ങുന്നെന്ന് മാത്രമേ ഉള്ളൂ. 3, ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഉറപ്പ് വച്ചിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കിട്ടിയിട്ടില്ല, എന്നിട്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. അവർക്ക് കിട്ടുകയും ചെയ്തിരുന്നു എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഞാൻ ഇതിനെ തുടർന്ന് 2 സഭകളെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സഭകളുണ്ട്. ഈശോ സഭ, വൈദികരുടെ ഈശോ സഭയുണ്ട്, അങ്ങനെ കുറേ സഭകളുണ്ട്. അതിൽ മിക്കവാറും ആ സഭകളൊക്കെ ഇന്ത്യക്ക് വെളിയിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചേക്കേറിയതാണ് ആ സഭകളെല്ലാം. ഈവൻ കർമ്മലീത്ത സഭ, അതും അവിടെ നിന്ന് വരുന്നതാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ 1-2 കണ്ടെത്തി. എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഒന്ന്, എൻ്റെ നാട്ടിൽ എന്ന് പറയുന്നത്, ആ നാട്ടിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. അങ്ങനെ പറയായിരിക്കും കുറേ കൂടി ശരി. മറിയം ത്രേസ്യ എന്ന ഒരു ദേവദാസി, അവരൊരു വ്യക്തിക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യബോധത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ആ സന്യാസ സമൂഹം. ഒരു വ്യക്തി ഒരു കുഗ്രാമത്തിൽ, പുത്തഞ്ചിറ, കുഴിക്കാട്ടുശ്ശേരി പുത്തഞ്ചിറയ്ക്ക് അടുത്തടുത്താണ്, ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് വളരെ പരിമിതമായ സാഹചര്യങ്ങളാണ് നാട്ടുപുറത്തുള്ളൂ. പുറം ലോകത്തെക്കുറിച്ച് അറിയാനൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. എന്നിട്ട് പോലും അവർക്ക് ഇങ്ങനെ വലിയൊരു ലക്ഷ്യം ഉണ്ടാവുകയാണ്, ഒരു സഭ സ്ഥാപിക്കണം എന്നൊക്കെയുള്ള ആ ലക്ഷ്യം. അതിനുവേണ്ടി അവർ കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ട്. ഒരുപാട് വിധത്തിലുള്ള ക്രിറ്റിസിസംസ്, വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ട് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ ആ സഭ കെട്ടിപ്പടുത്തു. ഇന്ന് അത് വളർന്ന് പന്തലിച്ച് ലോകം മുഴുവനായി നിൽക്കുകയാണ്. എത്ര സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, മിഷൻ പ്രവർത്തനം, അങ്ങനെ എല്ലാ ഭാഗത്തും നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് ആ സഭയുടേത്. അത് ഒരു വ്യക്തിയിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. തികഞ്ഞ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു.
ഒരുപാട് പേര് അവരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നു. ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനൊക്കെ ആ വിമർശനങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ് കഠിനാധ്വാനം ചെയ്തു. അത് ആ സഭയിലെ അംഗങ്ങളും ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു വളർച്ച അതിനുണ്ടായത്. 3 കാര്യങ്ങൾ വിജയത്തിന്: 1 ലക്ഷ്യബോധം, 2 കഠിനമായ പരിശ്രമം, 3 ദൈവാശ്രയബോധം. അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ പുറകിൽ വിധേയത്തിൽ അച്ഛനുണ്ടായിരുന്നു. ധന്യനായി പ്രഖ്യാപിക്കപ്പെട്ട വിധേയത്തിൽ അച്ഛൻ. ആ ഭാഗത്ത് ആദ്യമായിട്ട് 40 മണിക്കൂർ ആരാധനയൊക്കെ തുടങ്ങിയത് അവിടെയാണ്. അതിനു മുമ്പ് കുറച്ചുകൂടി അകലെ 6-8 കിലോമീറ്റർ അകലെ പോയിട്ടാണ് 40 മണി ആരാധനയ്ക്കൊക്കെ ഞങ്ങൾ പോയിരുന്നത്. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മ അപ്പനും കൂടി അവിടെ അമ്പഴക്കാട് എന്ന് പറയും, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇവിടെ 40 മണിക്കൂർ ആരാധന തുടങ്ങി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആരാധന. അതൊക്കെ ആ ദൈവാശ്രയ ബോധത്തിൻ്റെ ഒരു അളവാണ് കാണിക്കുന്നത്. എത്രമാത്രം ദൈവത്തിൽ ആശ്രയം വെച്ചിട്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത് എന്നൊക്കെ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഞങ്ങളെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ സിസ്റ്റേഴ്സൊക്കെ ഞങ്ങളെ വളരെ നന്നായി ഫോർമേഷൻ തന്നിരുന്നു. ഒരു സ്പിരിച്വൽ ഫോർമേഷൻ, അതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. ആ വേൾഡിലി ആയിട്ടുള്ള ഫോർമേഷനൊക്കെ എല്ലായിടത്തും കൊടുക്കുന്നുണ്ടാവും. ആ സ്പിരിച്വൽ ഫോർമേഷൻ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് ദൈവാശ്രയ ബോധം, ഞങ്ങളിലൊക്കെ ദൈവാശ്രയ ബോധം വളർന്നു വന്നത് അങ്ങനെയാണ്. രണ്ടാമത് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു സംരംഭം ഒരു വ്യക്തി തുടങ്ങിയതാണ്. ആ വ്യക്തിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയിൽ നിന്ന് വന്നതാണ്. അത് ഞാൻ സൂചിപ്പിക്കുന്നത് CMI സഭയെയാണ്. ചാവറ അച്ഛന്, ഇപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ചാവറ പിതാവിന് അന്ന് കിട്ടിയ ആ വെളിപ്പെടുത്തലായിരിക്കണം ഈ ലക്ഷ്യബോധം. എത്രമാത്രം പ്രതികൂല സാഹചര്യങ്ങൾ അന്ന് ഉണ്ടായിരിക്കും. പള്ളി ഫാമിലി തുടങ്ങുന്നതിനൊക്കെ എത്രയോ മുമ്പാണത്. ആ സാഹചര്യങ്ങൾ വളരെ പരിമിതങ്ങളായിരുന്നു. തുടങ്ങിയതും ഒരു നാട്ടുംപുറത്ത് തന്നെയാണ്. എത്രയോ പരിമിതികളുള്ള സ്ഥലം. അവിടെ അത് തുടങ്ങി, അതിങ്ങനെ വളർന്ന് ഇന്ന് എത്രമാത്രം വലിയ ഉന്നതിയിലാണ് എത്തി നിൽക്കുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, എൻജിനീയറിംഗ് കോളേജുകൾ, ഇതൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നു. അപ്പോൾ നിങ്ങൾ പറയും, എൻജിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും അതൊക്കെ എത്രയോ വേറെയുണ്ട്. അതല്ല അതിൻ്റെ കാര്യം. ഈ എൻജിനീയർമാരെയും ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയുമൊക്കെ ആധ്യാത്മികതയിലൂടെ നയിക്കാനായിട്ട് ഈ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് കഴിയും. മറ്റ് സ്ഥാപനങ്ങൾ വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് ഈ ആധ്യാത്മികമായ ഒരു ഉൾക്കാഴ്ച കൊടുത്ത് കുട്ടികളെ വളർത്തിയെടുക്കുന്നുള്ളൂ. അവർക്കത് ആ ദൈവാശ്രയ ബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ്. രണ്ടും എനിക്ക് വളരെ ഏറെ അർത്ഥവത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനിയും ചെറിയ ചെറിയ സഭകളൊക്കെ ഇന്ത്യയിൽ ഉടലെടുത്ത് വളർന്നു വരുന്നുണ്ട്. ഏതാനും സഭകൾ, കുണ്ടുകുളം പിതാവ് ഒരെണ്ണം തുടങ്ങി അത് വളർച്ച പ്രാപിച്ചു വരുന്നു. തൂങ്കുഴി പിതാവ് തുടങ്ങി അത് വളർച്ച പ്രാപിച്ചു വരുന്നു. ഇതൊക്കെ ഓരോ വ്യക്തിയുടെ ഒരു തുടക്കം, സംരംഭമാണ്. ആ വ്യക്തി എത്രമാത്രം വിജയിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയണമെങ്കിൽ അത് അവരുടെ പ്രസ്ഥാനങ്ങൾ എത്ര വളർന്നു എന്ന് നിങ്ങൾ നോക്കണം. ഇവരെയൊക്കെ പേർ ചൊല്ലി ദൈവം വിളിച്ചതാണ്. ആ വിളി
അവർ കേട്ടു എന്നുള്ളതാണ്. നമ്മളെയൊക്കെ ദൈവം അങ്ങനെ വിളിക്കുന്നുണ്ട്, ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. എനിക്ക് നിൻ്റെ സേവനം ആവശ്യമുണ്ട്, നിന്നെക്കൊണ്ട് എനിക്കൊരു ജോലി ചെയ്യിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ വിളി കേൾക്കാതെ പോവുകയാണ്. അന്ന് പത്രോസിനോട് ആ കടൽ തീരത്ത് വെച്ച് പറഞ്ഞു, എനിക്ക് നിൻ്റെ വഞ്ചി ആവശ്യമുണ്ട്. പത്രോസ് അത് കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പുറത്തു നിന്ന് നോക്കിയിട്ട് ദൈവം അവനെ വിളിച്ചു ഇവനെ വിളിച്ചു, എന്നെ എന്താ വിളിക്കാതിരുന്നേ എന്നൊക്കെ അങ്ങനെ പരിഭവപ്പെടുന്നതാണ്. അങ്ങനെ അല്ല. നമ്മളെ ഓരോരുത്തരെയും നിങ്ങൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. എത്രയോ പേരാണ് ഒറ്റയ്ക്ക് തുടങ്ങിയ സംരംഭങ്ങൾ വളരെ വളർന്ന് പന്തലിച്ച് പോകുന്നു. ആ വളർച്ചയുടെ വലുപ്പം, അതിൻ്റെ പിന്നിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഘടകം, മൂന്നാമത് പറഞ്ഞ ഘടകമാണ് ദൈവാശ്രയബോധം. എത്രമാത്രം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുവോ അത്രയും വിജയമുണ്ടാവും. ഓരോ വിദ്യാർത്ഥിയെയും ദൈവം വിളിച്ചതാണ്. അവനൊരു ലക്ഷ്യബോധം കൊടുത്തു, പക്ഷേ അവനത് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചില്ല, അതുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നു. വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നവൻ, കഠിനമായി അധ്വാനിക്കാൻ ശ്രമിക്കുന്നവൻ, ദൈവത്തിൽ കടിച്ചു തൂങ്ങുന്നവൻ, അങ്ങനെ തന്നെ ഉപയോഗിക്കട്ടെ, ശക്തമായി ഡിപ്പെൻഡ് ചെയ്യുന്നവൻ, അവനൊക്കെ വളർച്ചയിലേക്ക് കടന്നു വരും. ഓരോ അധ്യാപകനെയും ദൈവം വേർതിരിച്ച് വിളിച്ചതാണ്. ഈ മൂന്ന് കാര്യങ്ങളും ആ അധ്യാപകനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വേർതിരിക്കപ്പെട്ട ഒരു അധ്യാപകനായി മാറും, വ്യത്യസ്തനായ ഒരു അധ്യാപകനായി മാറും. ഓരോ ഡോക്ടറെയും ദൈവം വിളിച്ചതാണ്, ഓരോ വൈദികനെയും ദൈവം വിളിച്ചതാണ്, ഓരോ സിസ്റ്ററിനെയും ദൈവം വിളിച്ചതാണ്, ഓരോ എൻജിനീയറിനെയും ഓരോ കർഷകനെയും ദൈവം വിളിച്ചതാണ്, ഓരോ ടാക്സി ഡ്രൈവറെയും ദൈവം വിളിച്ചതാണ്. ഓരോരുത്തരെയും ആ വിളി കേൾക്കുകയും ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവൻ ശരിയായ വഴിയിലൂടെ തന്നെയാകും പോകുക. നമ്മൾ അപ്പൻ്റെ കൈപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ വഴി തെറ്റിപ്പോകുമോ? ഒരിക്കലുമില്ല. അപ്പൻ്റെ കൈപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ വഴി തെറ്റിപ്പോകില്ല. എന്നാൽ അപ്പൻ്റെ കൈ പിടിക്കാതെ പോയാലോ? അപ്പോൾ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതാണ് ദൈവാശ്രയ ബോധത്തിൽ ഊന്നിക്കൊണ്ട് പണിയെടുക്കുമ്പോൾ നിങ്ങൾ വിജയത്തിൽ എത്തിച്ചേർന്നേ മതിയാകൂ. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഒന്ന് കണ്ണോടിക്കൂ. ഒരു പക്ഷേ അവർ പ്രത്യക്ഷത്തിൽ വളരെ ദൈവാശ്രയ ബോധമുള്ളവരാണെന്ന് തോന്നില്ല. ഒരു പക്ഷേ പുറത്തൊന്നും കാണിക്കില്ല. അവരെ നിങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ കാണാൻ പറ്റും, അവരെല്ലാം ദൈവാശ്രയ ബോധമുള്ളവരായിരിക്കും. ആരൊക്കെ വിജയിച്ച് വരുന്നുണ്ടോ അവരുടെ എല്ലാം ഉള്ളിൽ ഒരു ദൈവാശ്രയ ബോധം ഉണ്ടായിരിക്കും. അതാണ് ഈ മൂന്ന് ഘടകങ്ങളിൽ ഏറ്റവും വലുത്. ലക്ഷ്യം ഇങ്ങനെ ഉയർന്നു പോകാം, അധ്വാനവും ഉയർന്നു പോകാം. ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എത്ര മണിക്കൂർ അധ്വാനിക്കുന്നു? വളർന്നു വരുന്തോറും അധ്വാനം കൂടുതലുണ്ടാവില്ലേ? 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയം കഴിച്ച് ബാക്കി മുഴുവൻ അധ്വാനിക്കുന്ന എത്രയോ പേരുണ്ട്. എത്രയോ പേര് അലസരായിരിക്കുന്നവർ എത്രയോ പേരുണ്ട്. ദൈവം നോക്കുന്നത് ആരാണ് നന്നായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പത്രോസിനെ അന്ന് വിളിക്കാനുള്ള കാരണം, ശമയോനെ വിളിക്കാനുള്ള കാരണം അതാണ്. ശമയോൻ നേരം വെളുക്കുന്നത് വരെയും വല വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുമ്പോട്ട് പോയപ്പോൾ 2 പേരെ വിളിച്ചു, മത്തായിയെ വിളിച്ചു. തിക്കും തിരക്കും റോട്ടിലുണ്ടായിട്ടും ആ ചുങ്കസ്ഥലത്ത് നിന്ന് മാറിപ്പോകാതെ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടു. ഓരോരുത്തരെയും അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കൂടുതൽ അവസരങ്ങൾക്കായിട്ട് വിളിക്കും. ഇവിടെയാണ് നമുക്ക് വരുന്ന പാളിച്ചകൾ.
ദൈവത്തെ ആശ്രയിക്കാതെ വരുമ്പോൾ നമ്മുടെ കഴിവ് മുഴുവൻ നമുക്ക് പ്രയോഗിക്കാനായിട്ട് പറ്റാതെ വരും. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കഴിവ് മുഴുവൻ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി എനിക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ഈ എപ്പിസോഡിൽ പറയണമെന്നുണ്ട്. നമ്മൾ ഇന്ത്യയിലെ കാര്യങ്ങൾ, കേരളത്തിലെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ എല്ലാം ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ്. ഭാരതത്തിൽ ജനിച്ചു വളർന്നു. ഭാരതത്തിലെ സംസ്കാരമൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് ഭാരതീയ സംസ്കാരത്തിനേക്കാൾ ഉപരിയായ ഒരു സംസ്കാരം ലഭിക്കുന്നു. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. ഇത് ലഭിച്ചതുകൊണ്ട് മറ്റേത് ഒക്കെ തള്ളിക്കളയണം എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പഠിച്ചു തുടങ്ങിയത് അതൊക്കെയാണ്. അതിൽ 2 പേരെ ഞാൻ ഓർക്കുകയാണ്. ഒന്ന് ഏകലവ്യൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് തികഞ്ഞ ഒരു ലക്ഷ്യബോധം ഉണ്ടായി. പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, അസ്ത്രാഭ്യാസം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. ആ ലക്ഷ്യബോധം അദ്ദേഹത്തിന് അതായിരുന്നു. അദ്ദേഹം ദ്രോണാചാര്യരെ ചെന്ന് കണ്ടു, പറഞ്ഞു. ദ്രോണാചാര്യരെ സമ്മതിച്ചില്ല. നീ ജാതിയിൽ താഴ്ന്നവനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. പക്ഷേ ഏകലവ്യൻ എന്ത് ചെയ്തു? ദ്രോണാചാര്യരുടെ ഒരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുൻപിലിരുന്ന് അവൻ അസ്ത്രാഭ്യാസം ചെയ്ത് പഠിച്ചു. അവൻ വലിയ നിലയിലെത്തി. എല്ലാ വിദ്യകളും അവൻ സ്വന്തമാക്കി. ദ്രോണാചാര്യരത് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഏകലവ്യൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇതാണ്. ഒന്ന്, തികഞ്ഞൊരു ലക്ഷ്യബോധം അവനുണ്ടായിരുന്നു. എനിക്ക് ഒരു വലിയ വില്ലാളി വീരനാകണം എന്ന് ഉള്ള ആഗ്രഹം. അതിന് അനുകൂലമായ സാഹചര്യമേ ഉണ്ടായില്ല. എന്നിട്ട് പോലും അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് വലിയ വില്ലാളി വീരനായി തീർന്നു. ഇത് ദ്രോണാചാര്യർ മനസ്സിലാക്കിയപ്പോഴാണ് തൻ്റെ ശിഷ്യനെ ഈ ഏകലവ്യൻ വെല്ലുമോ എന്ന് സംശയിച്ച് ഏകലവ്യനെ വിളിച്ച്, നീ എന്നെ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ടല്ലേ ഈ വിദ്യയൊക്കെ പഠിച്ചത്? നീ ഗുരുദക്ഷിണ വെച്ചില്ലല്ലോ. അപ്പോൾ ഇവൻ ഗുരുദക്ഷിണ വയ്ക്കാൻ തയ്യാറായി. അതൊരു ദൈവാശ്രയ ബോധം ആണെന്ന് ഞാൻ പറയും. ഗുരുവിന് ഗുരുദക്ഷിണ വയ്ക്കണം, എന്നിട്ട് വേണം വിദ്യാഭ്യസിക്കാൻ. അന്നത്തെ നിയമങ്ങളിൽ ഒന്നായിരുന്നു. ആ നിയമം അദ്ദേഹം അനുസരിച്ചു. തൻ്റെ പെരുവിരൽ അറുത്ത് കൊടുത്തു. അദ്ദേഹം ഒരു പക്ഷേ യുദ്ധത്തിൽ വിജയിച്ചില്ല, പക്ഷേ ഇന്നും പുരാണങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ജനമനസ്സുകളിൽ ഏകലവ്യനെക്കുറിച്ച് ഒരു ആശയം ഇന്നും നിലനിൽക്കുകയാണ്. അയാൾ വിജയിച്ചോ ഇല്ലയോ? ഞാൻ പറയും വിജയിച്ചു, ഉറപ്പായിട്ട്. അത് മുറിച്ചു കൊടുത്തപ്പോൾ, ഗുരു ആവശ്യപ്പെട്ട പെരുവിരൽ മുറിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹം ഏറ്റവും വിജയിച്ചത്. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ, നമ്മുടെ കഴിവുകൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മളോട് ആവശ്യപ്പെടും. അപ്പോഴും നമ്മൾ തയ്യാറാവണം. രണ്ടാമത് ഒരു ഉദാഹരണം കാണുന്നത് അർജുനന് തന്നെയാണ്. അർജുനന് തികഞ്ഞ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കുന്നത് ഞാൻ ഒരു ചെറിയ കഥയിലാണ്. പാണ്ഡവന്മാരുടെ അസ്ത്രാഭ്യാസ പരിശീലനം കഴിഞ്ഞു. അവരുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുകയാണ്. ആ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: ഒരു മരത്തിൻ്റെ മുകളിൽ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തണം. അപ്പം ആദ്യം ധർമ്മപുത്രരെ വിളിച്ചു. സീനിയോറിറ്റി അനുസരിച്ച് ധർമ്മപുത്രരെ വിളിച്ചു. ധർമ്മപുത്രരോട് ചോദിച്ചു, ചോദ്യം മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞു മനസ്സിലായി. എന്താ? ഈ പക്ഷിയുടെ കഴുത്ത് അമ്പെയ്ത് വീഴ്ത്തണം. അപ്പോൾ ദ്രോണാചാര്യർ ചോദിച്ചു, നീ എന്താ കാണുന്നേ? ഞാൻ പക്ഷിയെ കാണുന്നുണ്ട്. പക്ഷിയെ മാത്രമേ കാണുന്നുള്ളൂ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ വൃക്ഷം കാണുന്നുണ്ട്, എൻ്റെ ചുറ്റും നിൽക്കുന്ന ഗുരുബോധനെ കാണുന്നുണ്ട്, സ്നേഹ സഹോദരന്മാരെ കാണുന്നുണ്ട്. ഒരു കൈ കൊണ്ട് അമ്പ് മേടിച്ചു,
മറ്റേ കൈ കൊണ്ട് തോളത്ത് പിടിച്ച് അയാളെ മാറ്റി നിർത്തി. പറഞ്ഞു, നിന്നെ ഇതിന് കൊള്ളൂല്ല. അർജുനനെ വിളിച്ചു. അർജുനനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ കാണുന്നേ? അർജുനൻ പറഞ്ഞു, പക്ഷിയെ കാണുന്നുണ്ട്. പക്ഷിയെ മാത്രമേ കാണുന്നുള്ളൂ? പക്ഷിയെ മാത്രമല്ല, പക്ഷിയെ അല്ല, ഞാനതിൻ്റെ കഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഉടനെ ദ്രോണാചാര്യർ ഓർഡർ ചെയ്തു, ദെൻ ഷൂട്ട്, പൂശിക്കോ. അടുത്ത നിമിഷം ആ പക്ഷിയുടെ കഴുത്തേറ്റ് തല തൻ്റെ ഗുരുനാഥൻ്റെ മുൻപിൽ കിടന്ന് പിടയുന്നു, കാൽക്കീഴിൽ കിടന്ന് പിടയുന്നു. ഇതാണ് തികഞ്ഞ ലക്ഷ്യബോധം. ഈ കാര്യം മനസ്സിലാക്കുക. തികഞ്ഞ ലക്ഷ്യബോധം അർജുനൻ്റെ വിജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നതാണ്, തികഞ്ഞ ലക്ഷ്യബോധമാണ്. രണ്ടാമത്തേത് എന്തായിരുന്നു അറിയാമോ? കഠിനാധ്വാനം. അദ്ദേഹത്തിന് ഒരു പര്യായമുണ്ട്, സവ്യസാചി എന്നാണ് പര്യായം. 2 കൈ കൊണ്ടും അമ്പ് ചെയ്യാൻ കഴിയുന്നവൻ. ശരിക്കും പറഞ്ഞാൽ 2 കൈയിലും തഴമ്പുള്ളവൻ എന്നാണ്. വില്ലാളി വീരന്മാർക്ക് സാധാരണയായിട്ട് ഇവിടെ തയമ്പുണ്ടാവും, അസ്ത്രം ഇവിടെ സപ്പോർട്ട് ചെയ്യും. അസ്ത്രം ഇങ്ങനെ ഉരസി പോകുമ്പോൾ ഇവിടെ തയമ്പുണ്ടാവും. ഈ 2 വിരലിൻ്റെ അവിടെയും തയമ്പുണ്ടാവും. ഞാൻ വലിച്ചു വിടുന്നതാണ്. അപ്പോൾ ഈ 2 വിരലിൻ്റെ അവിടെയും ഇവിടെയാണ് തയമ്പ്. വലത് കൈയുടെ ഇവിടെ, ഇടത് കൈയുടെ ഇവിടെ, സാധാരണ വില്ലാളി വീരന്മാർക്ക്. എന്നാൽ അർജുനൻ അങ്ങനെയല്ല. 2 കൈയിലുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 2 കൈ കൊണ്ടും ഒരേ സമയമല്ല, മാറി മാറി അസ്ത്രം തൊടുക്കാൻ കഴിയുന്നവനായിരുന്നു അർജുനൻ. ഇതെങ്ങനെ കിട്ടിയതാ? കഠിനാധ്വാനത്തിലൂടെ. ഈ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സമയം കഴിയാറായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ അർജുനൻ്റെ വളരെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, തികഞ്ഞ ലക്ഷ്യബോധവും. 2, അതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ചതും. നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ ഡോക്ടർമാർ, നമ്മുടെ എൻജിനീയർമാർ, നമ്മുടെ കർഷകർ, ഈ 2 കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അവർ കഠിനമായി അധ്വാനിക്കുന്നുണ്ടോ? തികഞ്ഞ ലക്ഷ്യബോധം അവർക്കുണ്ടോ? ഇത് 2ഉം ഉണ്ടെങ്കിൽ ദൈവാശ്രയ ബോധം ചേർത്ത് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ വലിയ വിജയം നേടാൻ കഴിയും. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് ഞാനിവിടെ ഉപസംഹരിക്കുന്നു.